വീഴുന്ന മതത്തിനെ കുറിച്ചിട്ട് ഇവർക്ക് എന്തായിരിക്കും പറയാനുള്ളത്? ഇവര് മക്കളുടെ വിദ്യാഭ്യാസം അവസാനിപ്പിക്കുമോ? കുട്ടികൾ ഒറ്റയ്ക്ക് ഇനി മുതൽ സ്കൂളിൽ പോകണ്ട, ഹലാൽ ബസ് വരട്ടെ, ഹലാൽ ബസ് സ്റ്റോപ്പ് വരട്ടെ, അല്ലെ എല്ലാം പെൺകുട്ടികൾക്ക് മാത്രം, ഹലാൽ കോളേജുകൾ വരട്ടെ. അതുപോലെ കല്യാണങ്ങൾ, ഇന്നൊരു ദിവസം പെണ്ണുങ്ങൾക്ക് മാത്രമായിട്ട് ഫംഗ്ഷൻ വയ്ക്കും, നാളെ പുരുഷന്മാർക്കും വയ്ക്കും. അങ്ങനെ ഇവരുടെ ജീവിതത്തിൽ മാതൃകാപരമായി എല്ലാ വസ്തുതകളെയും ആക്കിയെടുക്കട്ടെ. എന്നിട്ടല്ലേ ഇവരൊരു കാര്യം സമൂഹത്തിൽ വന്ന് പറയേണ്ടത്. ഇപ്പൊ ഈ കാന്തപുരം പറഞ്ഞത് മതമാണ് എന്നാണ് ഇവര് പറഞ്ഞത്. അത് മതവിശ്വാസികളോടാണ് പറഞ്ഞത് എന്നാണല്ലോ പറഞ്ഞത്. ഇപ്പോ ഷാമു കോയമ്പത്തൂർ പത്തനാപുരം സ്വദേശിയാണ്. അദ്ദേഹം മുമ്പ് ഒരു പുസ്തകം എഴുതിയിരുന്നു. ചിൻവാദ് പാലം എന്നാണ് പുസ്തകത്തിന്റെ പേര്. സിറാത്ത് പാലം ഉണ്ടല്ലോ, സിറാത്ത് പാലം. എന്നിട്ട് ഏതാനും മണിക്കൂറുകൾക്കകം ഈ പുസ്തകം നിരോധിക്കപ്പെട്ടു ഈ കേരളത്തില്. പിന്നീട് ഹൈക്കോടതിയെ സമീപിക്കുന്നത് അലിമാഷും നമ്മുടെ സെയ്ദ് കണ്ടല്ലോ, ആനക്കയം സെയ്ദ് മുഹമ്മദ് കോടതിയെ സമീപിക്കുന്നത്. ആ നിരോധനം തന്നെ നിർത്തലാക്കുന്നത് ആ സമയത്താണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കോ, ഈ പുസ്തകം ഒരു ക്രിസ്ത്യാനികളോടല്ലേ പറഞ്ഞത്, ഇവർക്ക് എന്തിനാ കുരുക്കള് കൂട്ടുന്നത്? കഴിഞ്ഞ ദിവസമാണ് താമരശ്ശേരി പിതാവ് +1 +2 ഒരു പുസ്തകം എഴുതിയതാ. അവർക്ക് ലവ് ജിഹാദിനെ കുറിച്ചും നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ചും ഒക്കെ ജനങ്ങളെ പഠിപ്പിക്കാൻ, അവരുടെ ആളുകളെ പഠിപ്പിക്കാൻ റൈറ്റ്സ് ഇല്ലേ? ഇപ്പോ മറ്റേ പാലാ ബിഷപ്പ്, കല്ലറങ്ങാട്ട് പിതാവ്, ആ കുർബാനയ്ക്ക് വന്ന ആളുകളോടല്ലേ ലവ് ജിഹാദിനെ കുറിച്ചും നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ചും പറഞ്ഞ് ഇവര് കുരുക്കള് കൂട്ടുന്നത് എന്തിനാ? അപ്പൊ മുസ്ലിങ്ങളോടാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ എത്ര മുസ്ലിങ്ങൾ ഇത് ഏറ്റെടുക്കും എന്നതൊരു വിഷയമാണ്. ഇപ്പൊ ഇതിനെ കൊണ്ടുപിടിച്ചിട്ട് ഒരു ഉസ്താദ് മുന്നോട്ട് വന്നല്ലോ. ഈ താലിബാനികള് ഇവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാതിരിക്കുവോ? ഇവരുടെ മക്കളെ 6 വയസ്സിൽ ഇവര് കെട്ടിക്കുവോ? വേറൊരു വിഷയം കൂടി ഉണ്ട് കേട്ടോ. എന്റെ മോളെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തലയിൽ തട്ടമിട്ടു എന്നൊക്കെ പറഞ്ഞു പ്രചരിപ്പിക്കാം. നല്ല വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ കല്യാണത്തെ കുറിച്ചിട്ട് എന്തിനാ ആകുലപ്പെടുന്നത്? അല്ലെങ്കിൽ തന്നെ എന്റെ മോൾക്ക് 6 വയസ്സിൽ കെട്ടിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. പാവാടപ്രായം മാറിപ്പോയി, അതിപ്പോ നീറ്റ് ആസ്പിരന്റാ. അത് പഠിക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ കല്യാണത്തെ കുറിച്ച് അതിനും എനിക്കും അതല്ലെങ്കിൽ അതിന്റെ പേരൻസിന് ഇല്ലാത്ത ടെൻഷൻ എന്തിനാണ്? ഇവർക്ക് എന്താണെങ്കിലും ഒരു മുറിയനെ കൊണ്ട് കെട്ടിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ഇനി മുറിയനെ കൊണ്ട് കെട്ടിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഞങ്ങളുടെ മാത്രം ചോയ്സാണ്. എന്നിട്ട് ഞാൻ കെട്ടിയത് മുറിയനെയാണ്, അത് എന്റെ താല്പര്യമല്ലേ? ഒരാളുടെ പേഴ്സണൽ ചോയ്സിലേക്ക് കയറി വരിക. നമ്മൾ പറഞ്ഞ എല്ലാ വിഷയങ്ങളും മറന്നിട്ട് ഇന്നലെ ഷാക്കർ ചെയ്തതും അത് തന്നെയാണ്. നമ്മൾ എല്ലാവരും വിഷയത്തിൽ നിന്നിട്ടാണ് സംസാരിച്ചത്. ഇപ്പം ആരിഫ് ഹദീസുകളെ കുറിച്ച് സംസാരിച്ചു, ഞാനാണെങ്കിൽ AP കാന്തപുരത്തിന്റെ വിഷയത്തെ കുറിച്ച് പറഞ്ഞു, നുസ്രത് ജഹാൻ ആണെങ്കിൽ AP കാന്തപുരത്തിന്റെ കുടുംബത്തിന് നൽകിയ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറഞ്ഞു, ഷാക്കിർ അവസാനം വരെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? പക്ഷെ ലീഗ് നേതൃത്വം ഇതിനെ അംഗീകരിച്ചു അനുകൂലിച്ചു മുന്നോട്ട് വന്നതാ. പക്ഷെ ഷാക്കിർ ആകെ പെട്ടുപോയി. ഷാക്കിർ വിയർത്തത് അവസാനം ഒരു ആ ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ ഉണ്ട് അല്ലെ? എല്ലാം നമ്മളൊരു ചർച്ചയ്ക്ക് വന്നു കുടുങ്ങിപ്പോയി ആള്. ഒരു ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ പാലിക്കേണ്ടുന്ന ചില മര്യാദകളൊക്കെ ഉണ്ട്, അതൊന്നുമില്ലാതെ ആളെന്തോ ഒരു സുഖവാസ കേന്ദ്രത്തിൽ പോയിരിക്കുന്നത് പോലെയൊക്കെയാണ് റിലാക്സ് ചെയ്ത് നമ്മൾ പറയുന്ന വിഷയത്തെ കുറിച്ച് ആൾക്ക് അറിവില്ല. ഈ അറിവില്ലാത്ത ആളുകൾ ഒന്നാമത്തെ കാര്യം ചർച്ചയ്ക്ക് വരാതെയും മറുപടി പറയാതെയും ഇരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം. ഇവിടെ AP കാന്തപുരം പറഞ്ഞ വിഷയത്തെ സംബന്ധിച്ചിട്ട് ഏതെങ്കിലും ഒരു പുരോഹിതൻ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞു ക്ഷേത്രത്തിന് പണം കൊടുക്കുന്നത് വേശ്യാലയത്തിന് പണം കൊടുക്കുന്നത് പോലെയാണ് അല്ലെ? അപ്പോ അതിനെ സംബന്ധിച്ച് ഇവരാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? ജോസഫ് മാഷിന്റെ കൈവെട്ടി, അദ്ദേഹത്തിന്റെ കാലം വെട്ടി പൊതുനിരത്തിലിട്ടിട്ട് ഇത് മതമാണെന്നോ മതപരമല്ലെന്നോ പറഞ്ഞിട്ട് ആരെങ്കിലും രംഗത്ത് വന്നിരുന്നോ? ഇവരുടെ കാര്യങ്ങൾ വരുമ്പോൾ എല്ലാം ഇങ്ങനെ തന്നെയാണ്. ഇവരുടെ മൗനമുണ്ടല്ലോ, AP കാന്തപുരം പറഞ്ഞതിനെ ഇവർ അംഗീകരിക്കുന്നുണ്ടോ അതോ അംഗീകരിക്കുന്നില്ലേ? നമ്മൾക്ക് അതൊക്കെ ചർച്ച ചെയ്യേണ്ടുന്ന വിഷയങ്ങളാണിത്. മലപ്പുറത്തെ ഒരു പെൺകുട്ടി കാലിൽ ചിലങ്ക കെട്ടിയതിന്റെ പേരിൽ മാത്രം അതിന്റെ മാതാവ് മരിച്ചിട്ട് പോലും പള്ളിയിലേക്ക് കബറടക്കം നടത്തിയിട്ടില്ല. കാരണം മതത്തിൽ നിന്നും പുറത്തുപോയി. ആ പെൺകുട്ടി ക്ഷേത്രത്തിലാണല്ലോ അരങ്ങേറ്റം. അപ്പൊ ഇങ്ങനെ മതം മുന്നോട്ട് വയ്ക്കുന്ന ആളുകൾ മെഡ്സെവനെതിരെ രംഗത്ത് വരുന്നു. സ്ത്രീയും ഒരു കാര്യം അവിടെ ഞാൻ ചോദിച്ചോട്ടെ, സുഹുരി അവിടെ ആ ചർച്ചയിൽ പറയുന്നുണ്ടായിരുന്നു, അതായത് മതവിധിയായ ഒരു നിയമത്തെ തെറ്റിച്ചാൽ നിങ്ങൾ മതത്തിൽ നിന്ന് പുറത്തു പോകുമോ എന്ന് ആ അവതാരകൻ ഇങ്ങനെ സംഭാഷണത്തിൽ ചോദിക്കുമ്പോൾ പറഞ്ഞു അത് തെറ്റി, അങ്ങനെയല്ല, ഇസ്ലാമിൽ നന്മയും തിന്മയും പറയുന്നുണ്ട്, തെറ്റും ശരിയും പറയുന്നുണ്ട്, അത് മതത്തിൽ നിന്ന് പോവുകയില്ലോ എന്നുള്ളത് വേറെ വിഷയമാണെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഉരുണ്ടു മാറുന്ന ഒരു അവസ്ഥ അത് ശ്രദ്ധിച്ചിരുന്നു. അവതാരകന് മതം അറിയില്ല. അവതാരകൻ എന്താണെങ്കിലും ബാലൻസ് ചെയ്തിട്ട് തന്നെയല്ലേ സംസാരിക്കുള്ളൂ. മുമ്പ് ജനകീയ കോടതിയില്
ഞാന്, അരുണ് എല്ലാം കൂടി, ഡോക്ടർ അരുൺ ഉണ്ടല്ലോ, ഞങ്ങളെല്ലാം കൂടി ഒരു ഹൈത്തമി. ചർച്ചയ്ക്കിരുന്നു. ആ സമയത്ത് വന്നത് ഹൈത്തമിയാണ്. ഉം. ഈ അതെവിടെ? ഹൈത്തമി, ഞാൻ ഖുർആൻ, ഷുഹൈബുൽ ഹൈത്തമി, ആ, ഹൈത്തമി മുമ്പ് ആരിഫുമായിട്ടും ഡിബേറ്റിൽ അറിയാം അറിയാം ഇരുന്നിട്ടുണ്ട് അറിയാം. അല്ലേ? ആ അല്ല, ആ വീഡിയോ എവിടെയെന്ന് ചോദിക്കും, ഇതുവരെ വന്നില്ലല്ലോ. ഇതുവരെ വന്നിട്ടില്ല. എന്നിട്ട് അവസാനം അരുണിനോട് ചോദിച്ചപ്പോൾ അരുൺ പറയാണ്, ഞങ്ങള് 100-150 തൊഴിലാളികളുണ്ട്, ടീച്ചർക്ക് അറിയില്ലേ, അത് ഇസ്ലാം മത വികാരം വ്രണപ്പെട്ടു പോകും പറയുമ്പോൾ അവരെല്ലാം കൂടെ അടിച്ച് തകർത്ത് പോയി, ഞങ്ങളുടെ കഞ്ഞി കൂടി പൊട്ടിപ്പോകും. അപ്പൊ ഇത്രേ ഓരോ വർഷവും പഠിച്ചിറങ്ങുന്ന ഹുദവിമാര്, സുഹരിമാര്, സുല്ലമിമാര്, ദാരമിമാര്, അരു- കാസിമിമാര്, ഇവരൊക്കെ ഇവിടെ പോയി. അ- അ- അരുൺ അങ്ങനെ പറഞ്ഞു എന്നാ ടീച്ചർ പറയുന്നത്. അതെ, പറഞ്ഞിട്ടുണ്ട്, അതായത് അത് പുറത്ത് പറഞ്ഞു വിട്ടാൽ എന്നോട് അവരുടെ പറഞ്ഞതാ. കഞ്ഞികൂടി മുട്ടും. യെസ്, അതുകൊണ്ടാണ് വിടാത്തതെന്ന് പറഞ്ഞു. അതെ, അത് ശരി. എന്നോട് പക്ഷെ പറഞ്ഞു. ഞാനത് എടുത്തു ചോദിക്കാൻ കാരണം, ഇപ്പോൾ അവർ പ്രചരിപ്പിക്കുന്നത് ആ വീഡിയോ വരാത്തത് അതിനകത്ത് ഹൈത്തമി ടീച്ചറെ പഞ്ഞിക്കിട്ടു, അതുകൊണ്ടാണ് ഇടാത്തതെന്നാണ് എന്നാ അവർ പിന്നെ പറയുന്നത്. വിടുവല്ലേ ചെയ്യേണ്ടത്? അത് അതെ, അത് പുറത്തിടുകയല്ലേ ഞാൻ ചെയ്യേണ്ടത്? പഞ്ഞിക്കിട്ടാതെ പുറത്ത് വിടുകയല്ലേ വേണ്ടത്. അല്ലേ? അതെ, എന്തായിരുന്നാലും അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സംഘടനയുടെയും ആളല്ല. അതുകൊണ്ട് എനിക്ക് ഫോഴ്സ് ഇല്ല. എനിക്ക് അവരെ ഫോഴ്സ് ചെയ്ത് അത് ബ്രേക്ക് ചെയ്യിക്കാനും പറ്റില്ല. അപ്പൊ ജാമിദായെ പഞ്ഞിക്കിട്ടെങ്കിൽ യുക്തിവാദികളെ പഞ്ഞിക്കിടുന്നതിന് തുല്യല്ലേ? എന്താ അതെ. സംഭവിച്ചതെന്നറിയാമോ? അയാള് പറഞ്ഞു, പിന്നെ അല്ല, ജാമിദ പറയുന്നുണ്ട് നബി അങ്ങനെ കെട്ടി ഇങ്ങനെ ഇവരെ എനിക്ക് പോയിന്റ് ഇട്ട് തന്നതാണ് കേട്ടാ. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഇന്ന ഗ്രന്ഥത്തിൽ ഇന്ന വചനത്തിൽ ഉണ്ട് ഹൈത്തമി എന്ന് പറഞ്ഞു. മതത്തെ എതിർത്ത് കഴിഞ്ഞാൽ ഉടനെ അങ്ങനെ ഇങ്ങനെയൊക്കെ വെട്ടാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന്. അതെ, ഖുർആനിലെ ചിത്രവധം പോലെയുള്ള രീതികളൊക്കെ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ എതിർഭാഗങ്ങളിൽ നിന്ന് കയ്യും കാലും ഒക്കെ ഛേദിക്കാൻ പറഞ്ഞത്. ഓഹോ, അപ്പൊ ഞാൻ പറഞ്ഞു, ചിത്രവധം ഉണ്ടല്ലോ ഹൈത്തമി, ഉണ്ടല്ലോ. അതെ, ചിത്രവധം ഉണ്ടല്ലോ. ഒട്ടകത്തിന് കാരണം കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വലിപ്പിക്കുന്നതല്ലേ. പ്രവാചകനെ എതിർത്തു എന്ന കാരണത്താൽ യെസ്, രണ്ടൊട്ടകത്തെ നിർത്തിയിട്ട് കയ്യും കാലും രണ്ടായിട്ട് ഒരു പെണ്ണിനെയാണ് ആ ചെയ്തത്. ഒരു യെസ്. സ്ത്രീയോട് ചെയ്തതാ. അതുപോലെ ഹൈത്തമി അസ്മാ അത് ബിന്തു നിഷേധിച്ചു. മർവാൻ, ആ അസ്മാ ബിന്തു മർവാൻ, ഡോക്ടർക്ക് അറിയാമോ ആ കഥ? ഉം, ബുഖാരിക്കകത്ത് ഒരു 3ഓളം പേജുകളിലാണ് അത് എഴുതിയിട്ടിരിക്കുന്നത്. ഒരു കഅബിന്റെ വധവും ഈ അസ്മാ ബിന്ദു ഏറ്റവും ബിഗ് ആയിട്ടുള്ള ഹദീസാണ്. 3-4 പേജ് ഉണ്ട്. ഉം. 5 കുട്ടികള്, 4ാമത്തെ കുട്ടി മുല കുടിക്കുന്ന പ്രായമാണ്. അത് മുല കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് 4 പേര് കവിത എഴുതിപ്പോയി എന്ന കാരണത്താൽ തലയും കൂടെ എടുത്തിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ വലിയൊരു വാളും കൊടുത്തുവിടാണ്. ഈ കുഞ്ഞിനെ ആദ്യം പറിച്ച് മാറ്റിയെറിയാണ്, ഈ മുല കുടിക്കുന്ന കുഞ്ഞിനെ. അനാഥകളെ സംരക്ഷിക്കാൻ വേണ്ടി വന്ന ഒരുത്തനാണ് കേട്ടോ ഈ ചെയ്യുന്നതെല്ലാം. എന്നിട്ട് വാള് അനാഥയാക്കണല്ലോ, ഇതിന്റെ എന്നാലല്ലേ രക്ഷിക്കാൻ പറ്റൂ. എന്നിട്ടല്ലേ സംരക്ഷിക്കാൻ പറ്റൂ, അതല്ലേ? എന്നിട്ട് മാറിലേക്ക് വാള് ആഴത്തിൽ ഇറക്കുകയാണ്. എന്നിട്ട് അത് ഊരിയെടുത്തിട്ട് ഉറപ്പുവരുത്തുകയാണ്, ഇവര് മരിച്ചു. മറ്റു കുഞ്ഞുങ്ങൾ കിടന്ന് കരയുക. ആ കാലഘട്ടമല്ലേ, ഇപ്പൊ ചെറിയ കുട്ടികളായിരിക്കുമല്ലോ. എന്നിട്ട് ആ ഇറ്റി വീഴുന്ന ചോരത്തുള്ളിയുമായിട്ട് ആളിവിടെ വന്നിട്ട് പറയാണ്, തീർത്തിട്ടുണ്ട് നബിയെ. തീർത്തു. അപ്പൊ നബിക്ക് സന്തോഷമായിട്ട് നബി, ഡാ എല്ലാവരും വരുന്നടാ, നാളെ സ്വർഗത്തിലേക്ക് എന്റെ കൂടെ പോകുന്ന അനുചരനാരെന്നറിയുമോ? അറിയില്ല പ്രവാചകനെ, ആരാണ് വരാടാണ് എന്ന് പറഞ്ഞു ഇതേ കൊടുക്കുകയാണ്. ഇതേ തുപ്പി കാണിക്കാന്ന്. വേണമെങ്കിൽ തുപ്പി കാണിക്കാമെന്ന്. എന്നിട്ട് ഈ നബി ഉണ്ടല്ലോ, ഇവരാടാ എന്റെ കൂടെ നാളെ സ്വർഗത്തിലേക്ക് വരുന്നത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ആൾക്ക് യാതൊരു ചലനവും ഇല്ല എന്നുള്ളത്. എന്നിട്ട് ഇയാള് മാനവരിൽ മഹാമ്ലേച്ഛനാണെന്ന് നമ്മൾ പറയുമ്പോ നബിയെ കളിയാക്കുന്നു, നബിയെ പരിഹസിക്കുന്നു. ആ പ്രവാചകൻ ചെയ്ത എന്തെങ്കിലും ഒരു കാര്യം ഇന്ന് ചെയ്താല് അവര് ജയിലിലാവില്ലേ? എന്തെങ്കിലും ഒരു കാര്യം ആ നബി ചെയ്തതെന്ന് അംഗീകരിക്കാനോ അനുധാവനം ചെയ്യാനോ പറ്റും? ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇത് പറയുമ്പോൾ എനിക്ക് എടുത്ത് പറയേണ്ടി വരികയാണ്. ഒന്ന്, നമ്മളുടെ എഡിറ്ററിനോടാണ് ഇത് കട്ട് ചെയ്ത് നമുക്ക് വേറെ ആക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് ആ ഹൈത്തമിയുമായിട്ടുള്ള വീഡിയോ പുറത്തു വരാത്തെന്നുള്ളതൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മളൊന്ന് സഹായിക്കണം. 2, ഇത് കേൾക്കുന്ന ജഡ്ജി, വക്കീൽ, പ്രതിഭാഗം വരാനിരിക്കുന്ന ആളുകളോടാണ്, ഞങ്ങൾ ഹദീസിലുള്ള കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും നമ്മളിവിടെ പറഞ്ഞിട്ടില്ല, ഇതുകൊണ്ടാണ് നമ്മളിതൊക്കെ പറയണത് എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ഇതിൽ നിന്ന് സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റിയിട്ട് കേസുമായിട്ട് പോയാൽ നിങ്ങൾ ഞങ്ങളെ കൊണ്ട് ഇറക്കിക്കുന്ന വക്കീൽ ഫീസ് ഒരു പൈസ ഇറക്കിച്ചാൽ അത് 10 രൂപയായിട്ട് നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കും. ഒരു സംശയം വേണ്ട. ഓക്കെ, ടീച്ചർ തുറന്നു. അല്ല, ഒരു കുഴപ്പമില്ല. കേസും വഴക്കും ഒക്കെ അങ്ങനെ പേടിക്കുവാണെങ്കിൽ പിന്നെ ഈ മേഖലയിൽ നിൽക്കാൻ പറ്റും. പേടിയൊന്നുമില്ല. അതെ, ഇവിടെ പിരിവ് നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ വക്കീൽ ഫീസിന് വേണ്ടിയിട്ടുള്ളത്. അതിവിടെ നടക്കുന്നുണ്ട്. ആണോ? എനിക്ക് പിന്നെ അങ്ങനത്തെ കലാപരിപാടികളൊന്നുമില്ല. അത് ഞാൻ ഷെയർ തരാം, ഡോണ്ട് വെറി. 50-50. നമുക്ക് അല്ല, കുഴപ്പമില്ല. ഞാൻ ഈ മേഖലയിൽ നിൽക്കുമ്പോ നമുക്ക് അതിനുള്ള ഗഡ്സ് വേണമല്ലോ. പിരിവിട്ടിട്ട് വേണ്ട, എനിക്ക് അത് പറ്റും, കുഴപ്പമില്ല. നമുക്ക് ഈ എന്തെങ്കിലും ആവശ്യം പറഞ്ഞാൽ മതി, എത്രയാ വേണ്ടെന്ന് ചോദിച്ചാൽ മതി, നമ്മൾ ഇവിടെ തരുന്നതായിരിക്കും.
ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ പിരിവ് വേണ്ടി വരും കേട്ടോ, ഇല്ലെന്നല്ല. അതാ പറഞ്ഞത്, മുൻകൂർ ജാമ്യം ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ ജീവിച്ചു പോണത്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളവിടെ ജയിലിൽ കിടക്കേണ്ടതാണ്. പോക്കായില്ലേ. അതെ. അപ്പോ Yeah. ഇവരുടെ കാര്യങ്ങൾ വരുമ്പോഴെല്ലാം ഇവർ ഇങ്ങനെ എതിർപക്ഷത്തെ ഉന്മൂലനം ചെയ്യുന്ന ഒരു രീതിയാണ് ഇവർ സ്വീകരിച്ചിരിക്കുന്നതെല്ലാം. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, നബി കാണിച്ചു കൊടുത്തതാണ്. അബു അഫാഖ് എന്ന് പറയുന്ന 104 വയസ്സുള്ള ഒരു മനുഷ്യൻ അന്ന് നബിയെ എതിർത്തുകൊണ്ട് കവിത എഴുതി എന്ന കാരണത്താലാണ് ആ മനുഷ്യന്റെ തലയെടുക്കാൻ നബി കൽപ്പിച്ചത്. അങ്ങനെയാണ് പോയി തലയെടുത്തുകൊണ്ട് വരുന്നത്. ഇങ്ങനെ ഇവരെന്തൊക്കെയാണോ ചെയ്തത് അതുപോലെ എതിർകക്ഷികളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇവരെന്തും ചെയ്യും. അങ്ങനെയാണ് ഇത്രയും കാലവും ഇവർ ഇത്രയും സ്ത്രീ വിരുദ്ധതകൾ പറഞ്ഞിവിടെ പിടിച്ചു നിന്നത്. അപ്പൊ നമ്മള് ഇത് ഖുർആൻ എന്താണ്, ഹദീസ് എന്താണ് എന്ന് പഠിപ്പിക്കാൻ നിർഭയം മുന്നോട്ട് വന്നു. ഒരുപക്ഷെ കലാനാഥ മാഷും അബ്ദുൽ അലി മാഷും ഒക്കെ മുൻകാലത്ത് പറഞ്ഞിട്ടുണ്ട്, ജബ്ബാർ മാഷും ഒക്കെ. അവരൊക്കെ പറഞ്ഞത് ഒരുപക്ഷെ ഇത്രയും ആളുകളിലേക്ക് ഇൻഫ്ലുവൻസ് എത്തിയിട്ടുണ്ടോ ഇല്ല എന്നറിയില്ല. എന്തായിരുന്നാലും അവര് കുറച്ചുകൂടി മൈൽഡ് ആയിരുന്നു. നമുക്ക് പിന്നെ മുന്നും പിന്നും നോക്കാനില്ലാത്തത് കൊണ്ട് പിന്നെ സോഷ്യൽ മീഡിയ ഒരു വലിയ ഫാക്ടർ അല്ലേ, സോഷ്യൽ മീഡിയ ഒരു ഫാക്ടറാണ്, വലിയ ഫാക്ടറാണ്, വലിയ ഫാക്ടറാണ്. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ചില സൊല്യൂഷൻസ് ഉള്ളത് കൊണ്ട് നമുക്കിത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും ചിന്തിക്കാനും കഴിയുന്നുണ്ട്. ഇന്നലെ നമ്മുടെ ഡിബേറ്റ് കഴിഞ്ഞ് വന്നതിന് ശേഷം ഇന്ന് രാവിലെ എത്ര മെയിലും വാട്സപ്പ് മെസ്സേജുമാണ് വന്നത് എന്നറിയാം. ഞങ്ങൾ പറയാൻ ആഗ്രഹിച്ചതാണ് നിങ്ങൾ പറഞ്ഞത്. അപ്പം സക്കരിയ സുലാഹി എന്ന് പറയുന്ന വലിയൊരു കർമ്മശാസ്ത്ര പണ്ഡിതനുണ്ട്, മുജാഹിദിന്റെ വിഭാഗമാണ്, എന്നെയൊക്കെ കർമ്മശാസ്ത്രം പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകനാണ്. അപ്പൊ അദ്ദേഹത്തോട് ഒരാൾ വിളിച്ച് ചോദിക്കുകയാണ്, ഉസ്താദെ എന്റെ മോള് +2 പഠിക്കുന്നത്, നമസ്കരിക്കാൻ ളുഹർ നമസ്കരിക്കാൻ പറ്റുന്നില്ല, എന്താ ചെയ്യേണ്ടത്? ഇന്ന് നിർത്തണം എന്റെ കുട്ടിയുടെ +2. എന്റെ കുട്ടി +2 പഠിച്ചു എന്ന് പഠിച്ചോന്ന് ചോദിക്കൂല, പക്ഷെ ഉച്ചയും കുത്തി മറിഞ്ഞോ എന്നാണ് ചോദിക്കുക. ഇങ്ങനെ വരുമ്പോൾ മുസ്ലിം കുട്ടികളുടെ വിദ്യാഭ്യാസ രംഗം എവിടെ നിൽക്കുന്നു? 1930കളില് ഈ AP സമസ്ത കേരള ജമിയത്തുൽ ഇതിൽ പറഞ്ഞിരുന്നത് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം പാടില്ല എന്നാണ്. പെണ്ണ് പഠിക്കരുത്, പെണ്ണിനെ പഠിപ്പിക്കരുത്, അവരെ വേണമെങ്കിൽ അവരെ നിങ്ങൾ വേണമെങ്കിൽ തുന്നൽ പഠിപ്പിച്ചോ, കുഴപ്പമൊന്നുമില്ല എന്നാ പറഞ്ഞു. അവരെ വീട്ടിനകത്ത് തളച്ചിടാൻ പറ്റിയ മാർഗം. ഇപ്പം എന്റെ അച്ഛൻ നല്ല വിദ്യാസമ്പന്നനാണ്, അമ്മച്ചിക്ക് വിദ്യാഭ്യാസമില്ല. ഒരു 70 വർഷത്തിന് മുകളിലോട്ട് വയസ്സുള്ളവരെ നോക്കിയാൽ എത്ര മുസ്ലിം സ്ത്രീകൾക്ക് അക്ഷരാഭ്യാസം ഉണ്ടാകും? ഹോജ സ്ത്രീകൾ സ്കൂളിൽ പോകാൻ പാടില്ല എന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. വിദ്യാഭ്യാസം അവർക്ക് പാടില്ലായിരുന്നു. ഇന്ന് വിദ്യാഭ്യാസവും വിവരവും പൊതുബോധവും നേടി ഫിനാൻഷ്യൽ ഫ്രീഡം നേടിയപ്പോൾ പെൺകുട്ടികള് അവളെ അടക്കാനും അടിമപ്പെടുത്താനും പോകുന്നവരോട് ഇറങ്ങിപ്പോടാ, ഞാൻ പണിയെടുത്ത് ജീവിച്ചോളാം എന്ന് പറയത്തക്ക രൂപത്തിൽ അവർക്ക് സ്വാതന്ത്ര്യമുണ്ടായി. ഇന്ന് രാവിലെ ഒരുപാട് കോളുകൾ വന്നു. അപ്പം അനുസൃതം കുറെ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവർ ചോദിക്കുന്നത് ഇതാണ്, ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യണം? ഇത് AP മാത്രം വിഷയമല്ല കേട്ടോ. ഇവിടെ അല്ലെ, ഇതെല്ലാം ഒന്ന് തന്നെയാണ്, അവിയൽ പരിവമാണല്ലോ. MM അക്ബറിനോട് 2 പെൺകുട്ടികൾ ചോദിക്കുകയാണ്, ഞങ്ങള് PG ഒക്കെ കഴിഞ്ഞു, വേണ്ടത്. അല്ല, ടീച്ചർ പറഞ്ഞു, എൻ്റെ ഇടയിൽ ഞാൻ ജസ്റ്റ് പറയാണ്. അതായത് ജമാഅത്ത് ഇസ്ലാമി അവർ വലിയ പുരോഗമനം പറയുന്നു. മൗദൂദി എന്താ പറഞ്ഞത്? സ്ത്രീകൾ വീട്ടിലിരുന്നാൽ മതി, പൊതുരംഗത്തേക്ക് പോലും ഇറങ്ങാൻ പാടില്ല, പൊതുരംഗം ആണിനുള്ളതാണെന്ന് പറഞ്ഞു വെച്ച ആളാണ് മൗദൂദി. അപ്പം ഈ MM അക്ബറിനോട് ഈ 2 പെൺകുട്ടികൾ ചോദിക്കുകയാണ്, അല്ല ഞങ്ങൾക്ക് പിന്നെ ഒരുപാട് വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികളുണ്ട് ഈ മലപ്പുറം മലബാർ മേഖലകളിൽ, എന്തെങ്കിലും തൊഴിലെടുക്കാമോ? ജോലിക്ക് പോകുന്നതിന് വേണ്ട ഇസ്ലാമിക മാനം എന്താണ്? MM അക്ബർ കേരള നജ്മത്തുൽ മുജാഹിദീൻ എന്ന് പറഞ്ഞാല് അവര് പുരോഗമനത്തിന് വേണ്ടി വന്നവരാണെന്നാ പറഞ്ഞത്. പുരോഗമനത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും. ഈ സംഘടന തന്നെ സ്ത്രീകളെ നവീകരിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞു വന്ന സംഘടനയാണ്. MM അക്ബറിന്റെ മറുപടി എന്തായിരുന്നു അറിയാമോ? 10 വർഷം നിങ്ങൾ തൊഴിലെടുത്ത് എന്ത് സമ്പാദിച്ചു എന്നതിനേക്കാൾ 10 വർഷം കൊണ്ട് നിങ്ങൾ എത്ര പെറ്റുകൂട്ടി എന്നതാണ് പടച്ചോനെ സ്വീകാര്യം. എന്നിട്ട് ഇവര് പെണ്ണിന് വിദ്യാഭ്യാസം കൊടുക്കണ്ട, പെട്ടെന്ന് കെട്ടിച്ചു വിട്ടേരെ എന്ന് പറഞ്ഞു. സിംസാറുൽ ഹക്ക് ഹുദവി എന്താ പറഞ്ഞത്? അതായത് നിങ്ങൾക്ക് സ്ത്രീകൾക്ക് എന്തെങ്കിലും വയറ് സംബന്ധമായിട്ട് ഗൈനക്കോളജി സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നാല് നിങ്ങൾ ഒരു മുസ്ലിം വനിതാ ഡോക്ടറെ, അപ്പോഴും തുണി പൊക്കി നോക്കി മതവും ജാതിയും നിക്കാബും ഒക്കെ നോക്കണമെന്ന. ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് ഞങ്ങൾക്ക് ഹിജാബ് വേണം എന്ന് പറഞ്ഞ വിഷയം വരെ വെച്ച് നോക്കുമ്പോൾ ഇവരെല്ലാവരും തത്തുല്യരാണ്. ഇവരുടെ എല്ലാവരുടെയും ഉള്ളിൽ കിടക്കുന്നതാണ് പുറത്തു വരുന്നത്. 1. 2,
ഇവർക്കിത് പ്രാവർത്തികമാക്കാനും പറ്റുന്നില്ല. ഇവരുടെ മക്കളെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലല്ലേ വിട്ട് പഠിപ്പിക്കുന്നത്. ഇവരെ ഇംഗ്ലീഷ് കാഫറിന്റെ ഭാഷയാണെന്നായിരുന്നല്ലോ ഇതുവരെ ഇവര് പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്നത്. ഇവര് സ്പോക്കൺ ഇംഗ്ലീഷ് കോച്ചിങ്ങുകൾ തുടങ്ങിയേക്കാം. കൊച്ചിയില് വീടുകളിൽ താമസിച്ച്, കുടുംബത്തോടെ തന്നെ വീടുകളിൽ താമസിച്ച് സ്പോക്കൺ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യുന്ന സെന്ററുകളുണ്ട്. 20-25 ദിവസം കൊണ്ട് ഫുൾ ഇംഗ്ലീഷ് മാത്രം കുടുംബത്തോടു കൂടി തന്നെ. എത്രയാ 40,000 രൂപയോ 25,000 രൂപയോ ഒക്കെയാണ് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. ഫാമിലി പാക്കേജാണ്. അയ്യോ, അവർക്കൊരു പരസ്യം കൂടിയായി. അപ്പൊ ഇങ്ങനെ ഏതൊക്കെ രൂപത്തിൽ ഇവർക്ക് മാറാമോ ആ രൂപത്തിലൊക്കെ ഇവര് മാറുകയാണ്. പിന്നെ വേറൊരു വിഷയമുണ്ട് ഇതിനകത്ത് കേട്ടോ. അന്യ പുരുഷനും സ്ത്രീയും ഇടകലർന്നാൽ അവിടെ ഒരു കെമിസ്ട്രി രൂപപ്പെടുമല്ലോ അല്ലെ. അതൊരു ഹ്യൂമൻ സൈക്കോളജിയാണ്. നമ്മുടെ എ ടി കോപൂര് പറഞ്ഞതുപോലെ അങ്ങനത്തെ ഒരു ആകർഷണം എന്റെ മോന് പെണ്ണിനോട് തോന്നിയിട്ടില്ലെങ്കിൽ എന്റെ മോൻ ഇപ്പൊ ബയോളജിക്കലി കുഴപ്പമുണ്ടെന്ന് അർത്ഥം. ഈ അടുത്ത് നമ്മൾ ജാക്കിർ നായിക്ക് പറഞ്ഞു, അതായത് ഒരു പുരുഷൻ ഒരു സ്ത്രീയുമായി സംസാരിച്ചിട്ട് 20 മിനിറ്റ് സംസാരിച്ചിട്ടും അവളിൽ ഒരു താല്പര്യം തോന്നിയില്ല എന്നുണ്ടെങ്കിൽ അവൻ എന്തോ മെന്റലി കുഴപ്പമുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത് എന്ന് ജാക്കിർ നായിക്ക് ഈ അടുത്ത് പാകിസ്ഥാനിൽ പോയിട്ട് പറഞ്ഞാണ്. ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്ന കാര്യം ഒന്ന് സൂചിപ്പിച്ചു പറയേ ടീച്ചർ പറഞ്ഞ സാധനത്തിന്റെ ആ എഴുത്താണിത്. ഇത് അൽ ബയാൻ പേജ് 17 1930 ഫെബ്രുവരി പുസ്തകം 1 ലക്കം 3 അതിനകത്ത് വന്ന സാധനമാണ്. ഇതിന്റെ മലയാള രൂപം ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന മലയാള രൂപം. ഇക്കാലത്തുള്ള സ്ത്രീ അക്ഷരവിദ്യ അധികവും ദീനിയായ വിഷയത്തിലോ ശറഅ് അനുസരിച്ച തോതിലോ കാര്യമായ ആവശ്യത്തിനോ അല്ലാത്തതോടുകൂടി അതിനാൽ കണക്കില്ലാത്ത പാപങ്ങൾ വന്നു വശാകുന്നതും അത് പല പാപങ്ങൾക്കുള്ള ഉപകരണമാകുന്നതും ദൃഷ്ടിയിൽ അറിയപ്പെടുന്നതായും അനുഭവപ്പെട്ടതായും വരുന്നത് കൊണ്ട് സ്ത്രീ അക്ഷരവിദ്യ ശറഅ് അനുസരിച്ച വിധത്തിലും ദീനിയായ വിഷയത്തിലും ആയാൽ അത് അസ്ലിൽ മക്രൂഹ് മാത്രമാണെന്നും ഇക്കാലത്തുള്ള സ്ത്രീകൾക്ക് അക്ഷരവിദ്യ തീർച്ചയായും ഹറാമാവാൻ മാത്രമേ വഴി കാണുന്നുള്ളൂ. അൽ ബയാൻ ഇതാണ് എഴുതിയിരിക്കുന്നത്. ബുദ്ധി ഇത് എഴുതിയിരിക്കുന്നത് നമ്മളുടെ മറ്റേ മുജാഹിദ് വിഭാഗം സമസ്തക്കാരെ അടിക്കാൻ വേണ്ടിയിട്ട് അവർ പൊക്കി കൊണ്ടുവന്നാണ്. ഇത് ജൂതം കൊണ്ടുവന്നല്ല, അതും കൂടി ഒന്ന് ഓർമ്മിക്കണം. അതെ, ഇത് അവരെ ഇത് ഷാഫി സ്വലാഹി എഴുതി വെച്ചിരിക്കുന്ന സാധനമാണിത്. ഇതിന്റെ കാരണം പെൺകുട്ടികൾ പഠിക്കുന്നത് സുന്നത്ത് ജമാഅത്തിന് എതിരാണെന്നായിരുന്നു വിവരം കെട്ട മുല്ലമാർ ഒറിജിനൽ സമസ്ത കേരള മുസ്ലിങ്ങളെ പഠിപ്പിച്ചത്. അപ്പോൾ ഒരു കാലത്ത് മുസ്ലിങ്ങൾ വിദ്യ അഭ്യസിക്കുന്നത് ഹറാമായിരുന്നു. യെസ്, ടീച്ചർ കണ്ടിന്യൂ ചെയ്തോളൂ. അപ്പൊ ഇവരുടെ കാര്യങ്ങൾ വന്നപ്പോൾ ഇവരതെല്ലാം തലകുത്തനെയാക്കി. ഇവരാണ് ഇന്ന് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. കൽക്കട്ടയിലും മെഡിക്കൽ കോളേജ് വന്ന സമയത്ത് ഒരു അഡ്മിഷന് വേണ്ടിയിട്ട് ഇവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കയറിയിറങ്ങുക ചെരുപ്പ് തേയുവോളം. ആ സമയത്ത് ശവം കുത്തിക്കീറുന്ന പഠിത്തത്തിന് മുസ്ലിം കുട്ടികളെ കിട്ടില്ല എന്ന് പറഞ്ഞിരുന്നവരാണ് ഇവര്. ആ സമയത്ത് ഇവിടെ നമ്മുടെ തലശ്ശേരിക്കടുത്ത്, തലശ്ശേരി, വടകര, കണ്ണൂര് ആ ഭാഗത്ത് കോട്ടയം മുക്ക് എന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു. അന്ന് ബ്രിട്ടീഷ് ഇന്ത്യയിലാണ്. ഈ കോട്ടയം മുക്കില് രാവിലെ മുതൽ വൈകുന്നേരം വരെ ആക്കി ബുസ്താനിൽ ഉലൂം എന്ന് പറയുന്ന ഒരു മദ്രസ. കാരണം ഇവരെ വിട്ടാലല്ലേ കുട്ടികൾ സ്കൂളിൽ പഠിക്കാൻ പോകുള്ളൂ. സ്കൂളിൽ പഠിക്കാൻ വിടാൻ പറ്റത്തില്ലല്ലോ, സ്കൂള് ഹറാമല്ലേ. അപ്പൊ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ മദ്രസ. അപ്പം ബ്രിട്ടീഷുകാരല്ലേ, അവര് കുറച്ച് പുരോഗമനമുള്ളവർ. അവര് പറഞ്ഞു ഈ കുട്ടികളെ എന്തെങ്കിലും ഒരു ഭാഷയൊന്നും പഠിപ്പിക്കും നിങ്ങള്, ഈ കുട്ടികൾക്ക് ഇത് മാത്രം പോരല്ലോ. അങ്ങനെ ഭാഷ പഠിപ്പിക്കുന്നവർക്ക് ഞങ്ങൾ വേണമെങ്കിൽ ബ്രിട്ടീഷ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു ഗ്രാന്റ് തരാം. അങ്ങനെ മുന്നോട്ട് വന്ന് അതിന് വന്നവർക്കും അറിയണ്ടേ, ഗ്രാന്റ് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇൻസ്പെക്ഷന് വന്നിരിക്കുകയാണ് ഈ കോട്ടയമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത്. 2-3 അന്ന് വൈസ്രോയി പ്രഭു അവരൊക്കെയാണല്ലോ വരിക. അങ്ങനെ ഇൻസ്പെക്ഷന് വരികയാണ്, ഇൻവിജിലേറ്റർ എന്നൊക്കെ നമ്മൾ ഇന്ന് പറയും. അവര് വന്ന സമയത്ത് ഒരു ഉസ്താദ് വന്നിട്ട്, അതെ ഇനി ഞാൻ പാസ പഠിപ്പിക്കില്ല, പാസ പഠിപ്പിച്ചാൽ ഇഞ്ഞ് കിട്ടൂല. എന്താ കാരണം? അതെ, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. എന്റെ കൂടെ പഠിച്ച ഇവരൊക്കെ എഴുതി വിട്ടതാണ് കേട്ടോ, ഇവരുടെ മാസികക്കകത്തുള്ള സംഗതിയാണിതേ, ഞാൻ പറഞ്ഞതല്ല. എന്നിട്ട് അദ്ദേഹത്തിന്റെ അനുഭവം എഴുതുന്നതാണ്. എന്റെ കയ്യിൽ എവിടെയോ കാണും, തപ്പണം ഉണ്ടത്. അപ്പോ ഞാനത് വടകര തലശ്ശേരിയിൽ പ്രസംഗിക്കാൻ പോയപ്പോഴത്തേക്കും ഒന്ന് റെഫർ ചെയ്യാൻ വേണ്ടിട്ട് എടുത്തതാ. ചിലപ്പോ ഗൂഗിളിൽ കിട്ടും, തപ്പിയാൽ കിട്ടുമായിരിക്കും. ആളുടെ പേരെന്താ പറഞ്ഞ വലിയ ഓർമ്മയില്ല. ബുസ്താനുലൂം വേണ്ട മദ്രസയുടെ പേര്. നമ്മുടെ അലിമാഷിന്റെ ബുക്കിലുണ്ട് കേട്ടോ. അലിമാഷിന്റെ ബുക്കിൽ കൃത്യമായിട്ട് എഴുതി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനത്തെ നോട്ടുകളൊക്കെ എഴുതുന്ന ആളാണ്. അപ്പോ ഇദ്ദേഹം പറയാണ്, എന്റെ കൂടെ പഠിച്ച എല്ലാ പുരോഹിതന്മാരും നിരനിരയായിട്ട് സ്വർഗത്തിലേക്ക് പോകുന്നു. എന്റെ കാര്യം എത്തിയപ്പോൾ പാലമങ്ങാടൻ.
എന്താ കാരണം? ഞാനിവിടെ ഭാഷ പഠിപ്പിക്കുമല്ലേ കുട്ടികളെ. അപ്പൊ കുട്ടികളെ എഴുത്ത് വായനയും ഒക്കെ വേറെ ഭാഷകൾ ഇത് മതമല്ലാത്ത വിഷയം പഠിപ്പിച്ചത് കൊണ്ട് എനിക്ക് സ്വർഗത്തിൽ കടക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇനി മുതൽ ഞാൻ ഭാഷ പഠിപ്പിക്കില്ല, എനിക്ക് നിങ്ങളുടെ ഗ്രാൻഡും വേണ്ട. ഇങ്ങനെ ഈ സ്ത്രീകളുടെ അക്ഷരാഭ്യാസത്തെ, മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസത്തെ അങ്ങേയറ്റം എതിർത്തിരുന്ന ഒരു മതമാണിത്. ഇവരിനിയും 6-ാം നൂറ്റാണ്ടിൽ നിന്നും വണ്ടി കിട്ടാതെ നിന്നിട്ട് ഇവര് ആധുനിക ജനതയെ 6-ാം നൂറ്റാണ്ടിന്റെ തൊഴുത്തിലേക്ക് കൊണ്ടുപോയി കെട്ടാൻ ശ്രമിക്കുമ്പോൾ പൗരധർമ്മം എന്ന നിലയിൽ നമ്മൾ അതിനെ എതിർത്തുകൊണ്ടേയിരിക്കും. എന്തൊക്കെ തന്നെ ട്രോളുകൾ ഉണ്ടായാലും കേസുകൾ ഉണ്ടായാലും ഇല്ലാ കഥകൾ പറഞ്ഞ് പ്രചരിപ്പിച്ചാലും ശരി, വച്ച കാലം മുന്നോട്ട് തന്നെ. ഇതെന്തായിരുന്നാലും ഒരു യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ ഇനി എന്തായിരുന്നാലും ഒരു മടങ്ങിപ്പോക്കില്ല. നമുക്കിനിപ്പോ നമ്മുടെ അയ്യൂബിനെ പോലെ എന്തെങ്കിലും തരാമെന്നൊക്കെ പറഞ്ഞിട്ട് മക്കളെ കെട്ടിക്കണ്ടേ, അത് ചെയ്യണ്ടേ, ഇത് ചെയ്യണ്ടേ, അത് വെച്ച് തരാം, ഇത് വെച്ച് തരാം ഇല്ല. അങ്ങനെ ഛർദിച്ചത് തന്നെയാണ്. അത് മനസ്സിലാക്കിയിട്ടാണ് ഒഴിവാക്കിയത്. വെറുതെ എന്തെങ്കിലും പറഞ്ഞു കേട്ടിട്ടോ, ഏതെങ്കിലും ഒരു ആനുകാലിക പുസ്തകം, ഒരു പ്രസംഗം ഒരാൾ പറഞ്ഞു അല്ല, നന്നായിട്ട് ഇത് ഇഴകീറി പോസ്റ്റ്മോർട്ടം ചെയ്ത് പഠിച്ചിട്ടാണ് ഇത് മാനവികമല്ല എന്ന് മനസ്സിലാക്കി ഉപേക്ഷിച്ചത്. അതുകൊണ്ട് എന്തായിരുന്നാലും ഇതിന് ഉൾകുന്ന പ്രശ്നമേ ഇല്ല. പിന്നെ കോള് വെച്ചിട്ടാരും വിളിച്ചില്ല അല്ലേ? എങ്ങനെ വിളിക്കണ്ട്. ഞാനിത് ഇവിടെ സൈലന്റ് ആക്കി വെച്ചിരിക്കുകയാണ്. കോള് വന്നോണ്ടേ ഇരിക്കുകയാണ്. നമുക്കൊരു വിശ്വാസിനെ അങ്ങോട്ട് വിളിച്ചാലോ? ഇന്ന് രാവിലെ മുതൽ എന്നെ വിളിച്ച് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസിയുണ്ട് ജോലി സ്ഥലത്ത് ഇരിക്കുമ്പോഴേ. അത് അങ്ങോട്ട് തിരിച്ചു വിളിച്ചാലോ?